യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ച 2026 മെയ് 14 തീയതി. ഇന്ന് സ്വർഗാരോഹണത്തിൻ്റെ വിശുദ്ധ സ്മരണയോട് ചേർന്ന് നാം ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ ചിലരുടെ കണ്ണുകൾ ആകാശത്തിലേക്കാണ്. പക്ഷേ ഹൃദയം നിലത്ത് കിടക്കുന്ന ഒരു പഴയ ഫയലിൻ്റെ അടുത്താണ്. മേശപ്പുറത്ത് പാസ്പോർട്ടിൻ്റെ പകർപ്പ്, അരികിൽ മടക്കി വെച്ച സർട്ടിഫിക്കറ്റുകൾ, ഫോൺ നിശബ്ദമായി കിടക്കുന്നു. ഒരു സന്ദേശം വരുമോ, ഒരു മറുപടി കിട്ടുമോ, ഒരു വാതിൽ തുറക്കുമോ എന്ന് കാത്തിരിക്കുന്ന ഒരു വീട്. അടുക്കളയിൽ ചായ തിളക്കുന്നുണ്ടാകാം. അമ്മ പതിവ് പോലെ പാത്രങ്ങൾ നീക്കുന്നു. പക്ഷേ അവളുടെ ചെവി ഫോണിൻ്റെ ശബ്ദത്തിനരികിലാണ്. മകൻ്റെ ജോലിക്കാര്യം എന്തായി എന്ന് ബന്ധുക്കൾ ചോദിക്കുമ്പോൾ അവൾ ചിരിച്ചു പറയും, പ്രാർത്ഥിക്കണം. പിന്നെ അടുക്കളയിലേക്ക് തിരിഞ്ഞ് കണ്ണുനീർ തുടയ്ക്കും. അച്ഛൻ മിണ്ടാതെ പത്രം തുറന്നു പിടിച്ചിരിക്കും. എന്നാൽ വായിക്കുന്നില്ല. വീട്ടിലെ വായ്പ, വാടക, മരുന്ന്, ഫീസ് എല്ലാം മനസ്സിൽ കണക്കായി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, മെയ് മാസം മാതാവിൻ്റെ സ്നേഹത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളെ യേശുവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്ന പരിശുദ്ധ മാസമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാന പ്രാർത്ഥനാ യാത്രയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. കാരണം ഇന്ന് നാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് ജോലി, വിസ, വിദേശയാത്ര, സ്ഥിരത, കുടുംബത്തിൻ്റെ ഭാവി എന്നിവയ്ക്കായി നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പിൽ ക്ഷീണിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്കു വേണ്ടിയാണ്. കാത്തിരിപ്പ് ചിലപ്പോൾ മനുഷ്യനെ ശാന്തനാക്കുന്നില്ല. അത് ഉള്ളിൽ ഒരു രഹസ്യക്ഷീണം ഉണ്ടാക്കും. അപേക്ഷ അയച്ചു, മറുപടിയില്ല. അഭിമുഖം കഴിഞ്ഞു, വിളിയില്ല. രേഖകൾ തയ്യാറാക്കി, തീയതി മാറി. ജോലി വാഗ്ദാനം വന്നതുപോലെ തോന്നി. പിന്നെ മൗനം. പാസ്പോർട്ട് കയ്യിലുണ്ട്, പക്ഷേ യാത്രയില്ല. സർട്ടിഫിക്കറ്റുകൾ ഫയലിലുണ്ട്, പക്ഷേ വാതിൽ തുറന്നിട്ടില്ല. വീട്ടുകാർ എല്ലാവരും പ്രതീക്ഷയോടെ നോക്കുന്നു. അപ്പോൾ ആ യുവാവിൻ്റെയോ യുവതിയുടെയോ ഹൃദയം എത്ര ഭാരപ്പെടുന്നുണ്ടാകും. ഇന്ന് ഉയിർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗത്തിലേക്ക് ഉയരുന്ന ദിനത്തിൻ്റെ പ്രകാശത്തിൽ നമുക്ക് ഒരു വചനം നൽകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 3 വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ വീണ്ടും വന്നു നിങ്ങളെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഈ വചനം കാത്തിരിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ ആശ്വാസമാണ്. യേശു കാണാതായതല്ല, അവൻ ഒരുക്കുന്നു. ശിഷ്യന്മാർക്ക് അന്ന് എല്ലാം അവസാനിച്ചതുപോലെ തോന്നിയിരിക്കാം. ഗുരു അവരുടെ കണ്ണുകൾക്ക് മുന്നിൽ നിന്ന് ഉയരുന്നു. പക്ഷേ അത് ഉപേക്ഷിക്കപ്പെടലിൻ്റെ നിമിഷമല്ല, അത് ഒരുക്കത്തിൻ്റെ നിമിഷമാണ്. അതുപോലെ ഇന്ന് നിന്റെ ജീവിതത്തിൽ വാതിൽ തുറക്കാത്തത് ദൈവം നിന്നെ മറന്നതുകൊണ്ടല്ല. ചിലപ്പോൾ അവൻ ഉള്ളിൽ നിന്നെ ഒരുക്കുന്നു. വീട്ടിൽ സമാധാനം ഒരുക്കുന്നു, ഹൃദയത്തിൽ വിശ്വാസം ഒരുക്കുന്നു, തുറക്കേണ്ട വാതിലിനു മുമ്പ് നിൽക്കാനുള്ള ശക്തി ഒരുക്കുന്നു. പക്ഷേ ഇതിൻ്റെ അർത്ഥം നമുക്ക് വേദനയില്ല എന്നല്ല. കാത്തിരിക്കുന്ന വീടിൻ്റെ വേദന യഥാർത്ഥമാണ്. ദിവസവും ഫോൺ നോക്കുന്നത് യഥാർത്ഥമാണ്. ബന്ധുക്കളുടെ ചോദ്യങ്ങൾ സഹിക്കുന്നത് യഥാർത്ഥമാണ്. എന്തെങ്കിലുമായോ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ഹൃദയം താഴുന്നത് യഥാർത്ഥമാണ്. സ്വന്തം മകനെ എല്ലാവരുടെയും മുമ്പിൽ പരാജയപ്പെട്ടവനായി കാണുമോ എന്ന അമ്മയുടെ ഭയം യഥാർത്ഥമാണ്. സ്വന്തം ഭാവി കൈവിട്ടു പോകുന്നുവെന്ന് തോന്നുന്ന യുവഹൃദയത്തിൻ്റെ മൗനം യഥാർത്ഥമാണ്. പരിശുദ്ധ അമ്മ മറിയം കാത്തിരിപ്പിൻ്റെ അമ്മയാണ്. ദൈവദൂതൻ്റെ വാക്ക് കേട്ട ശേഷം അവളെല്ലാം ഉടനെ മനസ്സിലാക്കിയില്ല. കാൽവരിയുടെ വേദനയും അവൾ കടന്നു. ഉയിർപ്പിൻ്റെ രഹസ്യത്തിലും അവൾ വിശ്വാസത്തോടെ നിന്നു. സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം അവൾ പ്രാർത്ഥനയിൽ കാത്തിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ വരവിനായി. അതുകൊണ്ട് ഇന്ന് കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് മാതാവ് പറയുന്നു, മക്കളെ, മൗനമായ കാത്തിരിപ്പ് വെറുതെയല്ല. പ്രാർത്ഥനയിൽ കാത്തിരിക്കുക. യേശു ഒരുക്കുന്നുണ്ട്. ഒരു അടഞ്ഞ വാതിലിന് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണുന്നത് പൂട്ടാണ്.
പക്ഷേ ദൈവം കാണുന്നത് സമയമാണ്. നമുക്ക് കേൾക്കുന്നത് മൗനമാണ്. ദൈവം കേൾക്കുന്നത് നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥനയാണ്. നമുക്ക് തോന്നുന്നത് വൈകിയെന്നു. ദൈവം ചെയ്യുന്നത് ഒരുക്കമാണെന്ന് വിശ്വാസം പഠിപ്പിക്കുന്നു. ഞാൻ ഓർക്കുന്ന ഒരു ചെറിയ സാക്ഷ്യമുണ്ട്. ഒരു കുടുംബത്തിലെ മകൻ ജോലി തേടി മാസങ്ങളായി കാത്തിരുന്നു. പാസ്പോർട്ട് എടുത്തു. രേഖകളൊക്കെ ഒരു പഴയ തവിട്ടു നിറത്തിലുള്ള ഫയലിൽ വെച്ചു. ഫയലിൻ്റെ മുകളിൽ മഴയിൽ നനഞ്ഞ പാടുണ്ടായിരുന്നു. ഒരു അഭിമുഖത്തിന് പോകുന്നതിനു മുമ്പ് അവൻ അമ്മയോട് പറഞ്ഞു, ഇതും ഒന്നുമാകില്ലെന്ന് തോന്നുന്നു. അമ്മ മറുപടി പറയാൻ ശ്രമിച്ചു. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. അന്ന് രാവിലെ അടുക്കളയിൽ ദോശക്കല്ലിൽ മാവ് ഒഴിച്ചപ്പോൾ പോലും അവളുടെ കൈ വിറച്ചു. ഫോണിൻ്റെ ശബ്ദം കേട്ടാൽ അവൾ ഓടി നോക്കും. പലപ്പോഴും അത് സാധാരണ സന്ദേശം മാത്രം. അച്ഛൻ വീടിൻ്റെ പുറത്തുള്ള നീണ്ട ബെഞ്ചിൽ ഇരുന്ന് മിണ്ടാതെ ചെരുപ്പിൻ്റെ കെട്ട് ശരിയാക്കും. വീട്ടിലെ വായ്പയുടെ രസീത് മേശപ്പുറത്ത് തന്നെ കിടക്കും. ആ വീട്ടിൽ ആരും വലിയ ശബ്ദത്തിൽ കരഞ്ഞില്ല. പക്ഷേ എല്ലാവരും ഉള്ളിൽ ക്ഷീണിച്ചു. ഒരു വ്യാഴാഴ്ച വൈകുന്നേരം ആ അമ്മ ഫയലെടുത്ത് വീട്ടിലെ ചെറിയ കുരിശിൻ്റെ മുമ്പിൽ വെച്ചു. അരികിൽ മാതാവിൻ്റെ ചെറിയ ചിത്രം. അവൾ പറഞ്ഞു, ഈശോയെ, ഈ ഫയലിലെ പേപ്പറുകൾ മാത്രം നോക്കരുതേ. എൻ്റെ മകൻ്റെ തകർന്ന മനസ്സ് നോക്കണമേ. അന്ന് അത്ഭുതം സംഭവിച്ചില്ല. പക്ഷേ ആ മകൻ്റെ ഉള്ളിലൊരു ശാന്തത തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചെറിയൊരു ജോലി ലഭിച്ചു. ശമ്പളം വളരെ വലുതായിരുന്നില്ല. വിദേശയാത്ര ഉടനെ നടന്നില്ല. പക്ഷേ വീട്ടിൽ വീണ്ടും ശ്വാസം വരാൻ തുടങ്ങി. ആദ്യ ശമ്പളത്തിൽ അവൻ അമ്മയ്ക്ക് വലിയ സമ്മാനം വാങ്ങിയില്ല. ഒരു ചെറിയ മരുന്ന് കവർ വാങ്ങിക്കൊടുത്തു. അമ്മ അത് കയ്യിൽ പിടിച്ച് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതും ദൈവത്തിൻ്റെ കരുണയാണ്. എല്ലാം ഒരുമിച്ച് തുറക്കണമെന്നില്ല. ചില വാതിലുകൾ സാവധാനം തുറക്കും. ചില മറുപടികൾ വൈകും. ചില യാത്രകൾ മാറ്റിവെക്കപ്പെടും. പക്ഷേ കാത്തിരിക്കുന്ന ഹൃദയം യേശുവിൻ്റെ കയ്യിലായാൽ ആ കാത്തിരിപ്പ് ശാപമല്ല. അത് പ്രാർത്ഥനയുടെ സ്ഥലമാകും. ദൈവം മനുഷ്യനെ അകത്തുനിന്ന് നിലനിർത്തുന്ന സ്ഥലമാകും. ഇന്ന് നിന്റെ വീട്ടിൽ ജോലിയുടെയും വിസയുടെയും വിദേശ മറുപടിയുടെയും കാത്തിരിപ്പുണ്ടെങ്കിൽ നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കൂ. നിന്റെ പേര് ഒരു പട്ടികയിൽ കാത്തിരിക്കുന്നതായിരിക്കാം. നിന്റെ അപേക്ഷ ഒരു ഓഫീസിൽ കിടക്കുന്നതായിരിക്കാം. നിന്റെ ഫയലിന് മറുപടി ലഭിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ നിന്റെ പേര് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറന്നിട്ടില്ല. ഇപ്പോൾ ഒരു ചെറിയ വിശ്വാസകർമ്മം ചെയ്യാം. കഴിയുമെങ്കിൽ നിന്റെ പാസ്പോർട്ട്, ഫയൽ, സർട്ടിഫിക്കറ്റ്, ജോലിക്കുള്ള രേഖ, വീട്ടിൻ്റെ താക്കോൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ കയ്യിൽ പിടിക്കൂ. ഒന്നുമില്ലെങ്കിൽ നിന്റെ കൈ നെഞ്ചിൽ വെക്കൂ. ആ രേഖകളെ അല്ല, ആ ഭയപ്പെട്ട ഹൃദയത്തെ യേശുവിൻ്റെ മുമ്പിൽ ഉയർത്തൂ. ശാന്തമായി പറയൂ, കർത്താവേ, നീ ഒരുക്കുന്ന സ്ഥലത്തേക്ക് എന്നെ നയിക്കണമേ. കർത്താവായ ഈശോയെ, ഈ വ്യാഴാഴ്ചയുടെ പ്രഭാതത്തിൽ സ്വർഗാരോഹണത്തിൻ്റെ പ്രത്യാശയിൽ ഞങ്ങൾ നിന്റെ തിരുമുമ്പിൽ വരുന്നു. നീ ഞങ്ങളെ വിട്ടുപോയില്ല. നീ ഒരുക്കാൻ പോയി. നീ വഴി ഒരുക്കുന്ന കർത്താവാണ്. നീ സമയം അറിയുന്ന കർത്താവാണ്. നീ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ പോലും സന്നിഹിതനായ കർത്താവാണ്. ഈശോയെ, ജോലി കാത്തിരിക്കുന്ന യുവാക്കളെ അനുഗ്രഹിക്കണമേ. വിസയ്ക്കും വിദേശയാത്രയ്ക്കും മറുപടി കാത്തിരിക്കുന്നവരുടെ ഹൃദയത്തിൽ സമാധാനം തരണമേ. അഭിമുഖം കഴിഞ്ഞു മൗനത്തിൽ ഇരിക്കുന്നവരെ താങ്ങണമേ. കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ തങ്ങളുടെ ചുമലിലാണെന്ന് തോന്നുന്ന മക്കളുടെ നെഞ്ചിൽ നിന്ന് ഭാരം നീക്കണമേ. ഞാൻ പരാജയമാണോ എന്ന് ചോദിക്കുന്ന മനസ്സുകളെ നീ സൗഖ്യമാക്കണമേ. കർത്താവെ, മക്കളുടെ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്ന അമ്മമാരെ ആശ്വസിപ്പിക്കണമേ. മകൻ്റെ പേര് പറഞ്ഞ് ജപമാല ചൊല്ലുന്ന അമ്മയുടെ കണ്ണുനീർ സ്വീകരിക്കണമേ. മകളുടെ സുരക്ഷിതമായ ജീവിതത്തിനായി രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കുന്ന അമ്മയുടെ കൈകളെ അനുഗ്രഹിക്കണമേ. മിണ്ടാതെ ഇരിക്കുന്ന അപ്പന്മാർക്ക് ധൈര്യം തരണമേ. വീടിൻ്റെ കടം, വാടക, മരുന്ന്, ഫീസ് എല്ലാം ഒന്നിച്ചു വന്നപ്പോൾ അവരുടെ വാക്കുകൾ കടുപ്പമാകാതിരിക്കട്ടെ.
പരിശുദ്ധ അമ്മേ, സ്വർഗത്തിലേക്ക് നോക്കി കാത്തിരുന്ന സഭയോടൊപ്പം പ്രാർത്ഥിച്ച അമ്മേ, ഞങ്ങളുടെ വീടുകളിലേക്ക് വരണമേ. കാത്തിരിപ്പിൽ ക്ഷീണിച്ച മക്കളെ നിന്റെ മൂടുപടത്തിനടിയിൽ മറച്ചുകൊള്ളണമേ. ഫയൽ കയ്യിൽ പിടിച്ച് ഭയപ്പെടുന്നവരെ നീ യേശുവിൻ്റെ കരുണയിലേക്ക് കൊണ്ടുപോകണമേ. വിദേശത്ത് പോയ മക്കളെക്കുറിച്ച് ഉറങ്ങാതെ കിടക്കുന്ന അമ്മമാരെ ആശ്വസിപ്പിക്കണമേ. യാത്രയ്ക്ക് തയ്യാറായിട്ടും വാതിൽ തുറക്കാത്തവരുടെ മനസ്സിൽ പ്രത്യാശ നിലനിർത്തണമേ. മാതാവേ, ഞങ്ങളുടെ വീടുകളിൽ കാത്തിരിപ്പ് വഴക്കായി മാറാതിരിക്കട്ടെ. വൈകിയ മറുപടി നിരാശയായി മാറാതിരിക്കട്ടെ. ബന്ധുക്കളുടെ ചോദ്യങ്ങൾ അപമാനമായി ഹൃദയത്തിൽ കുത്തിനിൽക്കാതിരിക്കട്ടെ. മറ്റുള്ളവരുടെ വിജയം കണ്ടപ്പോൾ അസൂയ അല്ല, വിശ്വാസം വരട്ടെ. മറ്റൊരാളുടെ വാതിൽ തുറന്നപ്പോൾ ദൈവം എന്നെയും മറക്കില്ല എന്ന പ്രത്യാശ ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നീ പറഞ്ഞ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ സ്ഥലം ഒരുക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിനും നീ സ്ഥലം ഒരുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനും നീ സ്ഥലം ഒരുക്കണമേ. ഞങ്ങളുടെ ജോലിക്കും സേവനത്തിനും ഭാവിക്കും നീ വഴിയൊരുക്കണമേ. എന്നാൽ അതിനു മുമ്പ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ സമാധാനത്തിന് സ്ഥലം ഒരുക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കാത്തിരിപ്പിനെ നീ അനുഗ്രഹിക്കണമേ. ദിവസവും ഫോൺ നോക്കുമ്പോൾ ഹൃദയം താഴുന്നവരെ നീ താങ്ങണമേ. അപേക്ഷ അയക്കാൻ പോലും ഭയപ്പെടുന്നവർക്ക് ധൈര്യം തരണമേ. പലതവണ നിരസിക്കപ്പെട്ടതിനാൽ തകർന്നുപോയവരുടെ ഉള്ളിൽ പുതിയ പ്രത്യാശ കൊളുത്തണമേ. കുടുംബത്തിനു വേണ്ടി ചെറിയ ജോലികൾ ചെയ്തും ദിവസവേതനത്തിൽ പോയും മിണ്ടാതെ പൊരുതുന്നവരെ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങൾ നിന്റെ മുന്നിൽ സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് ചിലപ്പോൾ ക്ഷമ കുറവാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ മടുത്തുപോകുന്നു. വീട്ടിൽ ചിരിക്കാൻ പോലും മനസ്സില്ലാതെ പോകുന്നു. പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴും മനസ്സ് രേഖകളിലേക്കും തീയതികളിലേക്കും പണത്തിലേക്കും പോകുന്നു. എങ്കിലും ഞങ്ങളെ വിട്ടുപോകരുതേ. ഞങ്ങളുടെ ദുർബലമായ വിശ്വാസത്തെ നീ പിടിച്ചു നിർത്തണമേ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നിന്റെ കയ്യിലെ രേഖയോ നിന്റെ നെഞ്ചിലെ ഭാരമോ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കൂ. നിന്റെ കാത്തിരിപ്പിൻ്റെ പേര് മനസ്സിൽ പറയൂ. പരീക്ഷ, രോഗസൗഖ്യം, കുടുംബസമാധാനം, എന്തായാലും പറയൂ. ഈശോ, എൻ്റെ സമയം നിന്റെ കൈകളിൽ. ഇന്ന് കമൻറ്റിൽ നിന്റെ പേരോ നീ കാത്തിരിക്കുന്ന അനുഗ്രഹമോ എഴുതാം. ജോലിക്കായി പ്രാർത്ഥിക്കണം എന്ന് എഴുതാം. വിസ മറുപടിക്കായി കാത്തിരിക്കുന്നു എന്ന് എഴുതാം. കുടുംബത്തിൻ്റെ ഭാവിക്കായി പ്രാർത്ഥിക്കണം എന്ന് എഴുതാം. എൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കണം എന്ന് എഴുതാം. കർത്താവെ, വഴി തുറക്കണമേ എന്ന് എഴുതാം. ആമേൻ എന്ന് മാത്രം എഴുതിയാലും മതി. ഇന്നത്തെ കമന്റ് സ്ഥലം കാത്തിരിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ മുമ്പിൽ ഫയലുകളും കണ്ണുനീരും പ്രത്യാശയും സമർപ്പിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനാമുറിയായി മാറട്ടെ. ഇന്നൊരു ചെറിയ ആത്മീയ ചുവട് വയ്ക്കൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിന്റെ ഫയലോ താക്കോലോ കയ്യിൽ പിടിച്ച് ശാന്തമായി 3 പ്രാവശ്യം പറയൂ. കർത്താവെ, നീ ഒരുക്കുന്ന വഴിയിൽ എന്നെ നടത്തണമേ. പിന്നെ കണ്ണുകൾ ഒരു നിമിഷം മുകളിലേക്ക് ഉയർത്തി പറയൂ. ഈശോയെ, എൻ്റെ കാത്തിരിപ്പിൽ നീ കൂടെ ഉണ്ടാകണമേ. ഇത്രമാത്രം. വലിയ വാക്കുകൾ വേണ്ട. വിശ്വാസമുള്ള ഒരു ശ്വാസം മതി. ഈ പ്രാർത്ഥന നിന്റെ ഫോണിൽ മാത്രം അടച്ചുവെക്കരുത്. നിന്റെ ഫോൺ ഇന്ന് ദൈവവചനത്തിൻ്റെ ചെറിയ പ്രസംഗപീഠമാകട്ടെ. വാട്സാപ്പിലൂടെയോ സ്റ്റാറ്റസിലൂടെയോ ഇത് പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ ജോലി കിട്ടാതെ മിണ്ടാതെ തകർന്നിരിക്കുന്ന ഒരു യുവാവിന് ഇത് പ്രത്യാശയായി എത്താം. വിസ മറുപടി കാത്തുകരയുന്ന ഒരു അമ്മയ്ക്ക് ഇത് ആശ്വാസമായി മാറാം. കുടുംബത്തിൻ്റെ ഭാരം വഹിക്കുന്ന ഒരു അച്ഛൻ ദൈവം വഴിയൊരുക്കുന്നുവെന്ന ഓർമ്മയായി മാറാം. പ്രിയപ്പെട്ടവരെ, യേശു സ്വർഗത്തിലേക്ക് ഉയർന്നത് നമ്മെ ഒറ്റപ്പെടുത്താനല്ല, നമ്മെക്കായിരിക്കാനാണ്. അതുകൊണ്ട് നിന്റെ കാത്തിരിപ്പ് ഇന്നും ദൈവത്തിൻ്റെ ദൃഷ്ടിയിലുണ്ട്. നിന്റെ ഫയൽ പൊടി പിടിച്ചിരിക്കാം. നിന്റെ പാസ്പോർട്ട് തുറക്കാതെ കിടക്കാം. നിന്റെ ഫോൺ നിശബ്ദമായിരിക്കാം. പക്ഷേ സ്വർഗം നിശബ്ദമായി നിന്നെ മറന്നിട്ടില്ല.
നിന്റെ അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ സമാധാനം നിൽക്കട്ടെ. നിന്റെ ഫയലിലെ ഓരോ രേഖയിലും ദൈവത്തിൻ്റെ കരുണ പതിയട്ടെ. നിന്റെ അമ്മയുടെ കണ്ണുനീർ പ്രത്യാശയായി മാറട്ടെ. നിന്റെ കുടുംബത്തിൻ്റെ കാത്തിരിപ്പ് വിശ്വാസത്തിൻ്റെ വഴിയായി മാറട്ടെ. നിന്റെ വൈകിയ മറുപടിക്ക് ദൈവം സമാധാനത്തിൻ്റെ അർത്ഥം തരട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 വീണ്ടും കാണാം. തീർച്ചയായും.